എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം, യേശു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശിഷ്യന്മാർ ആരെല്ലാം? ഉത്തരം, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. 9-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 2, യേശു ഉയർന്ന മലയിൽ വെച്ച് ശിഷ്യന്മാരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടപ്പോൾ അവന്റെ വസ്ത്രം എങ്ങനെയായി മാറി? ഉത്തരം, ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അത്യന്തം വെളുപ്പായി തിളങ്ങി. 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ചോദ്യം 3, ഉയർന്ന മലയിൽ വെച്ച് അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നതാര്? ഉത്തരം, ഏലിയാവും മോശയും. 9-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 4, റബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ എന്ന് യേശുവിനോട് പറഞ്ഞ ശിഷ്യനേത്? ഉത്തരം, പത്രോസ്. 9-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 5, ആർക്കു വേണ്ടി കുടിൽ ഉണ്ടാക്കാമെന്നാണ് പത്രോസ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം, യേശുവിനും മോശയ്ക്കും ഏലിയാവിനും. 9-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 6, താൻ എന്തു പറയേണ്ടു എന്ന് അവൻ അറിഞ്ഞില്ല. ആര്? ഉത്തരം, പത്രോസ്. 9-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ചോദ്യം 7, യേശു രൂപാന്തരപ്പെട്ടത് കണ്ട് ഭയപരവശരായത് ആര്? ഉത്തരം, തന്നോടുകൂടി ഉണ്ടായിരുന്ന ശിഷ്യന്മാർ. 9-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 8, അവരുടെ മേൽ മേഘം നിഴലിട്ടപ്പോൾ മേഘത്തിൽ നിന്നുണ്ടായ ശബ്ദം എന്ത്? ഉത്തരം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. 9-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 9, യേശു തങ്ങളുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടത് എപ്പോൾ വരെ ആരോടും അറിയിക്കരുതെന്നാണ് യേശു കൽപ്പിച്ചത്? ഉത്തരം, താൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കും വരെ. 9-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 10, ഏലിയാവ് മുമ്പേ വരേണ്ടതെന്ന് വാദിച്ചവർ ആര്? ഉത്തരം, ശാസ്ത്രിമാർ. 9-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 11, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, ഇത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എപ്പോൾ? ഉത്തരം, ഊമനായ ആത്മാവിനെ പുറത്താക്കുവാൻ അവർക്ക് കഴിയാതിരുന്നപ്പോൾ. 9-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 12, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് യേശു പറഞ്ഞത് ആരോട്? ഉത്തരം, ഊമനായ ആത്മാവുള്ള ബാലന്റെ അപ്പനോട്. 9-ാം അധ്യായം 23-ാം വാക്യം. ചോദ്യം 13, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് യേശുവിനോട് നിലവിളിച്ചതാര്? ഉത്തരം, ഊമനായ ആത്മാവുള്ള ബാലന്റെ അപ്പൻ. 9-ാം അധ്യായം 24-ാം വാക്യം. ചോദ്യം 14, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് യേശു പറഞ്ഞത് എന്തിനെ കുറിച്ച്? ഉത്തരം, അശുദ്ധാത്മാവിനെ കുറിച്ച്. 9-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 15, ശിഷ്യന്മാർ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത്? ഉത്തരം, തങ്ങളുടെ ഇടയിൽ വലിയവൻ ആരെന്ന്. 9-ാം അധ്യായം 34-ാം വാക്യം. ചോദ്യം 16, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ ആർ ആകണമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും. 9-ാം അധ്യായം 35-ാം വാക്യം. ചോദ്യം 17, അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവന് ഏറെ നന്ന്. ആർക്ക്? ഉത്തരം, യേശുവിൽ വിശ്വസിക്കുന്ന ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവന്. 9-ാം അധ്യായം 42-ാം വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.